കോട്ടയത്തെ മലരിക്കലിലെ കൊയ്തൊഴിഞ്ഞ പാടശേഖരത്തിൽ ഇപ്പോൾ ഓരോ പ്രഭാതങ്ങളും കലക്കുന്ന കുങ്കുമം കാണാൻ ധാരാളം സഞ്ചാരികളെത്തുകയാണ്. കർക്കടകത്തിൻ്റെ കഷ്ടതകൾക്കു നേരെ പ്രകൃതി തൻ്റെ കരുണാർദ്രമായ നയനങ്ങളെറിയുന്ന ആ വിസ്മയക്കാഴ്ച അതിമനോഹരമാണ്. തിരുവാർപ്പ് പഞ്ചായത്തിലെ 1800 ഏക്കർ വരുന്ന ജെ ബ്ലോക്ക് 9000 പാടശേഖരത്തും 980 ഏക്കർ വിസ്തൃതിയുള്ള തിരുവായിക്കരി പാടശേഖരത്തുമാണ് വിടർന്ന ആമ്പൽപ്പൂക്കൾ കൊണ്ട് പ്രകൃതി പിങ്ക് പരവതാനി വിരിച്ചിരിക്കുന്നത്. കോട്ടയത്തെ ഇല്ലിക്കൽ കവലയിൽ നിന്നും തിരുവാർപ്പ് റോഡിലൂടെ അല്പദൂരം സഞ്ചരിച്ച് ഇടത്തോട്ട് തിരിഞ്ഞ് കാഞ്ഞിരം ബോട്ട് ജെട്ടി റോഡിലൂടെ കാഞ്ഞിരം പാലം കയറി ഇറങ്ങിയാൽ മലരിക്കലിലെ ആമ്പൽ വസന്തം കണ്ടു തുടങ്ങും. നൂറുകണക്കിന് ചെറുവള്ളങ്ങളും ബോട്ടുകളും പ്രകൃതിയൊരുക്കിയ ആമ്പൽ കാഴ്ച ആസ്വദിക്കുവാൻ സന്ദർശകരെ കാത്തു കിടക്കുന്നത് കാണാൻ കഴിയും. ആമ്പൽ പൂക്കൾ വിൽക്കുന്ന പ്രദേശവാസികളായ നിരവധി അമ്മമാരെ കാണാൻ കഴിയും. വിൽപ്പനയ്ക്ക് ഒരുക്കിയ ആമ്പൽപ്പൂക്കൂടകൾ കാണാൻ കഴിയും. കുമരകത്ത് നിന്നും 9 കിലോമീറ്ററും കോട്ടയത്ത് നിന്ന് 7.5 കിലോമീറ്ററും മാത്രമേ ഈ സ്ഥലത്തേക്ക് ദൂരമുള്ളൂ. 100 രൂപ നിരക്കിൽ ചെറുവള്ളങ്ങളിൽ ഈ ജലാശയത്തിലെ ആമ്പൽ സൗന്ദര്യം കണ്ട് ആസ്വദിക്കാം. ഇതിനേക്കാൾ ഇടതൂർന്ന് വിടർന്ന പൂവുകളുണ്ട് തിരുവായിക്കര പാടശേഖരത്ത്. എന്നാൽ അവിടെ എത്തണമെങ്കിൽ ഏതാണ്ട് 45 മിനിറ്റ് യാത്രയുണ്ട്. അങ്ങോട്ടേക്ക് കാഴ്ചക്കാരെ കൊണ്ടുപോകുന്ന യന്ത്രവൽകൃത ബോട്ടുകളും നിരവധി ഇവിടെയുണ്ട്. 1000 രൂപയാണ് ഈ ബോട്ടുകൾ ഈടാക്കുന്നത്. ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് മലരിക്കൽ ആമ്പൽ വസന്തം. ഒക്ടോബർ പകുതിയോടെ വെള്ളം വറ്റിച്ച് ഈ പാടശേഖരങ്ങളിൽ നെൽകൃഷി ചെയ്യും. മാർച്ചോടുകൂടി കൊയ്തൊഴിയുന്ന പാടത്ത് വീണ്ടും വെള്ളം കയറ്റും. അതോടെ ആമ്പൽ ചെടികൾ വളർന്ന് ഓഗസ്റ്റ് മാസം മുതൽ പൂചൂടി പ്രകൃതി സ്നേഹികളെയും സഞ്ചാരികളെയും ക്ഷണിച്ചു തുടങ്ങും. സന്ദർശകരിൽ നിന്നും പാർക്കിംഗ് ഫീസായും വള്ളക്കൂലിയായും ബോട്ടുകൂലിയായും പിന്നെ പൂക്കൾക്ക് ഈടാക്കുന്ന 30 രൂപയുമൊക്കെ നേരിട്ട് പ്രദേശവാസികൾക്ക് തന്നെയാണ് ലഭിക്കുന്നത് എന്നതും ഈ ടൂറിസം പദ്ധതിയുടെ പ്രത്യേകതയാണ്.